നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ചെറുപ്പമാണെന്നറിയൂ. പ്രപഞ്ചത്തിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയും ഒരു ചെറുപ്പക്കാരനാണ്. നമ്മുടെ പ്രപഞ്ചം രൂപപ്പെട്ട സമയം നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമി ഉണ്ടായത് മുതലുള്ള ടൈം പീരീഡ് മാത്രം നോക്കിയാൽ പോലും എത്ര നിസ്സാരമാണ് ഒരു മനുഷ്യന്റെ ആയുസിന്റെ വില എന്ന് നമുക്ക് മനസ്സിലാകും. ജീവിച്ചിരിക്കുന്ന ഈ ചെറിയ സമയപരിധിയിൽ തന്നെ എന്തൊക്കെയാണ് ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒഴുക്കിയ ചോരപ്പുഴകൾ, രാജ്യസ്നേഹത്തിന്റെയും ആധിപത്യത്തിന്റെയും പേരിൽ നടത്തിയ യുദ്ധങ്ങൾ, ഈ ചെറിയ സമയപരിധിയിൽ എന്തൊക്കെയോ ആകാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് നമ്മൾ ഓരോരുത്തരും. ഇത്തരം അവസരങ്ങളിൽ ഇടയ്ക്കൊക്കെ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മളൊന്നും യാതൊരു വിധത്തിലും സ്പെഷ്യൽ അല്ലെന്നും ഒരു വലിയ കടലിലെ ഒരു വെള്ളത്തുള്ളിയോളം മാത്രമേ നമുക്കൊക്കെ പ്രാധാന്യമുള്ളൂ എന്നും ഓർക്കുന്നത് നല്ലതാണ്. ഇതിനുവേണ്ടി കാൾ സാഗൻ അദ്ദേഹത്തിന്റെ ഡ്രാഗൺസ് ഓഫ് ഈഡൻ എന്ന പുസ്തകത്തിൽ പങ്കുവച്ച ദ കോസ്മിക് കലണ്ടർ എന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റും സയൻസ് പോപ്പുലറൈസുമായ സാഗൻ 1977 എഴുതിയ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ചാപ്റ്ററിലാണ് ദി കോസ്മിക് കലണ്ടർ എന്ന കൺസെപ്റ്റ് വരുന്നത്. സോ ഫ്രണ്ട്സ്, വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ യൂണിവേഴ്സിന്റെ തുടക്കം ബിഗ് ബാങ്ങിലൂടെയാണെന്ന് പറയപ്പെടുന്നു. ബിഗ് ബാങ്ങിന് ശേഷമാണ് ടൈം എന്ന കൺസെപ്റ്റ് രൂപം കൊണ്ടത്. കാരണം അതിനു മുമ്പ് എന്തു തന്നെയായാലും അത് മറ്റൊരു സിസ്റ്റത്തിന്റെയും അതിന്റെ ഡാറ്റയുടെയും ഭാഗങ്ങളായിരുന്നു. ബിഗ് ബാങ്ങിൽ ഇതെല്ലാം നശിച്ചുപോയി എന്നാണ് കരുതുന്നത്. ബിഗ് ബാങ്ങിൽ തുടങ്ങി ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വരെയുള്ള പീരീഡിനെ എടുത്ത് ഒരു വർഷമാക്കി കണക്കാക്കുക. അതായത് ഏകദേശം 15 ബില്യൺ വർഷത്തെ ഒരു വർഷമാക്കി ചുരുക്കുക. ഇതാണ് കോസ്മിക് ഇയർ എന്ന കൺസെപ്റ്റ്. ഈ കോസ്മിക് ഇയറിലെ ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമി 475 വട്ടം സൂര്യന് ചുറ്റും സഞ്ചരിക്കും. അതായത് 15 ബില്യൺ വർഷത്തെ ഒരു വർഷമാക്കി ചുരുക്കിയാൽ ഒരു സെക്കൻഡ് ഏകദേശം 475 എർത്ത് ഇയറിന് തുല്യമാണ്. ഇനി ഈ കോസ്മിക് കലണ്ടറിലെ ഓരോരോ സംഭവങ്ങളെ നമുക്ക് പരിശോധിക്കാം. ജാനുവരി 1-ാം തീയതി കോസ്മിക് കലണ്ടറിന്റെ തുടക്കം ഒരു ബിഗ് ബാങ്ങിലൂടെ നടക്കുന്നു. മാർച്ച് 1-ന് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സി പ്രാരംഭഘട്ടത്തിൽ രൂപപ്പെടുന്നു. മെയ് 1-ാം തീയതിയോടെയാണ് നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടായത്. സെപ്റ്റംബർ 9-ന് മാത്രമാണ് ഭൂമി രൂപപ്പെട്ടത്. അതായത് നമ്മുടെ പ്രപഞ്ചമുണ്ടായി ഏകദേശം കോസ്മിക് ഇയറിലെ 9 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെയൊക്കെ വീടായ ഭൂമി ഉണ്ടായത്. ഇനി സെപ്റ്റംബർ 14 കൂടിയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത്. എവല്യൂഷന്റെ തുടക്കം ഇവിടെ നിന്നാണ്. സെപ്റ്റംബർ 25 കൂടി ഇന്നും നമുക്ക് കാണാവുന്ന ചില പാറക്കൂട്ടങ്ങളൊക്കെ രൂപപ്പെട്ടു. നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ചില ഫോസിലുകൾ ബാക്ടീരിയയുടെയും ഗ്രീൻ ആൽഗയുടെയും ഒക്കെയാണ്. ഒക്ടോബർ 2-നാണ് ഇവ രൂപപ്പെട്ടിട്ടുണ്ടാവുക. ഒക്ടോബർ 9-ാം തീയതിയാണ് സെക്സ് മൈക്രോ ഓർഗാനിസംസ് കണ്ടുപിടിച്ചത്. സെക്സിന്റെ മെക്കാനിസത്തിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജനറ്റിക് ഇൻഫർമേഷനുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ തുടങ്ങി. നവംബർ 1-ന് ചില ഫോട്ടോസിന്തറ്റിക് പ്ലാന്റുകൾ രൂപപ്പെട്ടു. നവംബർ 12-ന് ന്യൂക്ലിയുള്ള യൂക്കാരിയോട്ടിക് സെല്ലുകൾ ഉണ്ടായി. ഡിസംബർ 1-ാം തീയതി മുതലാണ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ കോംപ്ലക്സ് ലൈഫുകൾക്ക് ആവശ്യമായ തരത്തിലുള്ള ഓക്സിജൻ കണ്ടന്റ് ഒക്കെ രൂപപ്പെടുന്നത്. ഡിസംബർ 7-ന് ആദ്യത്തെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ടായി. ആദ്യത്തെ മീനുകൾ ഉണ്ടായത് ഡിസംബർ 19-നാണ്. ഡിസംബർ 24-ന് ദിനോസറുകളും 26-ാം തീയതി മാമലുകളും 27-ന് ആദ്യത്തെ പക്ഷികളും ഉണ്ടായി. ആദ്യത്തെ ഹോമോ ഗ്രൂപ്പിൽപ്പെട്ട നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടായത് ഡിസംബർ 31-നാണ്. ഡിസംബർ 31-ാം തീയതി ഉച്ചയ്ക്ക് 1:30-ക്ക് നമ്മളെ പോലത്തെ മനുഷ്യര് ആദ്യമായി ഭൂമിയിൽ വന്നു. അതെ, ഹോമോസാപ്പിയൻസ്. രാത്രി 10:30-യോടെ സ്റ്റോൺ ടൂളുകൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു. 11:46-നാണ് നമ്മുടെ വംശത്തിന്റെ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നുണ്ടായത്, ഡിസ്കവറി ഓഫ് ഫയർ. തീയിനെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കുന്നു. ആഫ്രിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് മനുഷ്യർ മൈഗ്രേറ്റ് ചെയ്തത് രാത്രി 11:58-നാണ്. അങ്ങനെ കോസ്മിക് ഇയറിൽ ഡിസംബർ 31-ാം തീയതി രാത്രി 11:59 ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ചില സെക്കൻഡുകളുടെ ഇടവേളകളിൽ സംഭവിച്ചതാണ്. രാത്രി 11:59:20 ആയപ്പോൾ കൃഷി ചെയ്യാൻ നമ്മൾ തുടങ്ങി. ആദ്യത്തെ പുരാതന നഗരങ്ങൾ ഉണ്ടായത് 35-ാമത്തെ സെക്കൻഡിലാണ്. ആദ്യമായി അക്ഷരങ്ങൾ കണ്ടുപിടിച്ചത് 51-ാമത്തെ സെക്കൻഡിൽ. അശോക ചക്രവർത്തി തന്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയതും ബുദ്ധൻ ജനിച്ചതുമെല്ലാം 54-ാമത്തെ സെക്കൻഡിൽ ഒതുക്കാം. 55-ാമത്തെ സെക്കൻഡിൽ ക്രിസ്തു ജനിച്ചു. 56-ാമത്തെ സെക്കൻഡിൽ ഇന്ത്യക്കാർ പൂജ്യം കണ്ടുപിടിച്ചു. ശാസ്ത്രത്തിന്റെ എക്സ്പെരിമെന്റൽ അപ്രോച്ച് രൂപപ്പെട്ടത് 58-ാമത്തെ സെക്കൻഡിലാണ്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ സയന്റിഫിക് പ്രോഗ്രസും 2 വേൾഡ് വാറുകളും പോസ്റ്റ് മോഡേൺ എറയും എല്ലാം ഒറ്റ സെക്കൻഡിൽ ഒതുക്കാം. ചുരുക്കം പറഞ്ഞാൽ കോസ്മിക് ഇയറിലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ കാത്തു നിൽക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഇന്ന് കൊട്ടിയാഘോഷിക്കുന്ന എല്ലാ മതങ്ങളും ദൈവങ്ങളും നഗരങ്ങളും സംസ്കാരങ്ങളും കൂട്ടക്കൊലകളും യുദ്ധങ്ങളും എല്ലാം ആ ഒറ്റ മിനിറ്റിൽ ഒതുക്കാം. ജാനുവരി 1-ന് തുടങ്ങിയ ആ കോസ്മിക് ഇയറിലെ അവസാന 1 മിനിറ്റാണ് ഇന്ന് കാണുന്ന നമ്മൾ. അവസാനത്തെ ആ 1 മിനിറ്റ്. അടുത്ത കോസ്മിക് ഇയറിന്റെ തുടക്കം ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ കയ്യിലാണ് എന്ന് ഓർമ്മിച്ചാണ് സാഗൻ ആ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്.
ഇവിടെ ഞാൻ ജനിച്ചത് എന്തിനോ വേണ്ടിയാണ്, നമ്മളൊക്കെ എന്തോ ആണ് എന്ന ചിന്തകളൊക്കെ വരുമ്പോൾ ഓർക്കുക, സാപ്പിയൻസ് ഇല്ലാതെയാണ്, മനുഷ്യരില്ലാതെയാണ് ജാനുവരി 1 മുതൽ ഡിസംബർ 31 ഉച്ചയ്ക്ക് 1:30 വരെ പ്രപഞ്ചം നിലനിന്നത്. നമ്മളൊന്നും ഒരു കോപ്പുമല്ല. അടുത്തയാഴ്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് മീ അർജുൻ സൈനിങ് ഓഫ്. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക് യു.